ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله فإن خير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم بعباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا ബഹുമാന്യരായ വിശ്വാസികളെ അല്ലാഹുവിൻ്റെ നിയമങ്ങൾ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ ദിക്ർ എന്ന പദപ്രയോഗം പ്രധാനമായും രണ്ട് നിലക്കാണ് ഉപയോഗിച്ചത്. ഒന്നാമതായി നസിയ, മറന്നു എന്നതിൻ്റെ വിപരീതമായി ഓർക്കുക എന്ന ഉദ്ദേശത്തിലാണ്. മറ്റൊന്ന്, നമ്മുടെ നാവുകളിൽ സദാസമയവും പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ചുള്ള ഓർമ്മയാൽ ഉണ്ടാകേണ്ട ചില പ്രത്യേക വചനങ്ങളെ കുറിച്ച് സ്മരിക്കുകയോ പറയുകയോ ചെയ്യുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ട കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ. അത് കേവലം മനസ്സിലുണ്ടായാൽ മാത്രമല്ല, അവൻ്റെ അതരങ്ങളിലൂടെ അത് പുറത്തു വരേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഏതാണ് എന്ന് ചോദിച്ച സന്ദർഭത്തിൽ അവിടുന്ന് പറഞ്ഞത്, നീ മരണപ്പെടുന്ന വേളയിൽ പോലും നിന്റെ നാവ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് നനവാർന്നതാവുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പദങ്ങൾ, വാചകങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ് തുടങ്ങിയ വാചകങ്ങളാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൽ സദാസമയവും ഉണ്ടാകേണ്ട കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ. ആരാധനാക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് സദാസമയവും നമുക്ക് ബോധ്യമുണ്ടാകുക, ഓർമ്മയുണ്ടാകുക എന്ന ലക്ഷ്യത്തോടെ. നമസ്കാരത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ സന്ദർഭത്തിൽ അഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി നീ നമസ്കാരം നിലനിർത്തുക എന്ന് പറയുന്നതായി കാണുക. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ഇത് പ്രത്യേകം പരാമർശിക്കുന്നു. ആരാധനാ കർമ്മങ്ങളിലൊക്കെ അതിന് ചില സമയബന്ധിതമായ കാര്യങ്ങൾ നമുക്കറിയാം. വർഷത്തിൽ ഒരിക്കൽ ഉണ്ടാവുന്ന ആരാധനാ കർമ്മങ്ങൾ, മാസത്തിൽ അതുപോലെ തന്നെ ദിവസത്തിൽ വിവിധ സമയങ്ങളിൽ സമയം നിശ്ചയിക്കപ്പെട്ട ആരാധനാ കർമ്മം. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടാകണം. ഒരു കാര്യം നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുമ്പോൾ അത് നമ്മുടെ മനോമുഖരത്തിൽ ഉണ്ടായിത്തീരുമെന്നും അതിന്റെ പ്രതിഫലനം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുമെന്നുള്ളതാണ് ആധുനിക മനഃശാസ്ത്രം പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായ പദങ്ങൾ, നാമങ്ങൾ, ദിക്റുകൾ നമ്മൾ അതരങ്ങളിലൂടെ പുറത്തുവിടുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സുകളിൽ അത് രൂഢമൂലമാവുകയാണ്.
അത് കേവലം വാക്കുകളാലുള്ള പ്രയോഗമല്ല, മറിച്ച് അതിൻ്റെ ആശയതലത്തിലേക്ക് നാം ഇറങ്ങുകയും അങ്ങനെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദങ്ങൾ നാം പറയുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുവാൻ പര്യാപ്തമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മളെപ്പോഴും കേട്ട് ശീലിക്കുന്ന ഒരു പദമാണ് അല്ലാഹു അക്ബർ. അതിൻ്റെ ആശയതലങ്ങളെ കുറിച്ച്, അതിൻ്റെ ആശയ വൈപുല്യത്തെ കുറിച്ച് നാം ആലോചിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം ഓർക്കേണ്ട ഒരു പദമാണ് അല്ലാഹു അക്ബർ എന്നത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വഹി ലഭിച്ചതിന്റെ അന്താഴി വിട്ടുപോകുന്നതിന് മുമ്പ് ഭയവിഹ്വലനായി അദ്ദേഹം ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അഭയം തേടി ദിവസങ്ങൾക്ക് ശേഷം ഇറങ്ങിയ ആയത്തുകൾ ഇപ്രകാരമാണ്: യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. പുതച്ച് മൂടിക്കിടക്കുന്നവരെ നീ എഴുന്നേൽക്കുക, നിന്റെ അടുത്ത അനുയായികൾക്ക്, ബന്ധുക്കൾക്ക്, അതുപോലെ തന്നെ മനുഷ്യർക്ക് പ്രബോധന പ്രവർത്തനം നടത്തുക. വറബ്ബക ഫകബ്ബിർ, അപ്രകാരം തന്നെ നിന്റെ രക്ഷിതാവിനെ നീ വാഴ്ത്തുകയും അതുപോലെ തന്നെ സ്തുതിക്കുകയും ചെയ്യുക. കബ്ബിർ, മഹത്വപ്പെടുത്തുക എന്ന് ആദ്യ വചനങ്ങൾ തന്നെ വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചായി കാണാൻ കഴിയും. അല്ലാഹു അക്ബർ എന്ന പദത്തെ കുറിച്ച് പറയുന്നത് കലിമത്തുൽ ഫിത്ര, ഈ പ്രകൃതിയുടെ വാക്കാണ് അത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കുന്ന പ്രകൃതി, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ അവനിൽ നിന്ന് സ്വാഭാവികമായും ഉണ്ടാവേണ്ട ഒരു പദമാണ് അല്ലാഹു അക്ബർ എന്നത്. ഈ ഭൂമിയിൽ ഒരു സെക്കൻഡിന്റെ പല ആവർത്തി അതിനെ നാം വിഭജിച്ചാൽ ആ സെക്കൻഡിൽ മുഴുവൻ അല്ലാഹു അക്ബർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ ഭൂമുഖത്ത് അല്ലാഹു അക്ബർ എന്ന പദപ്രയോഗം നടക്കാത്ത ഒരു നിമിഷാർദ്ധ പോലും നടന്നു പോകുന്നില്ല. അതിങ്ങനെ ഉച്ചത്തിൽ പറയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, ബാങ്ക് വഴി നമുക്ക് വളരെ സുപരിചിതമായ കാര്യങ്ങൾ. നമ്മൾ ആലോചിച്ചു, ഈ ഭൂമുഖത്തിന്റെ അങ്ങേയറ്റത്തിൽ ഒരു പള്ളിയിൽ നിന്ന് സുബൈ ബാങ്ക് വിളിക്കുന്നു എന്ന് നാം സങ്കല്പിക്കുക. ആ പ്രദേശത്ത്, തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൂടെ സമയം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ ബാങ്കുലി ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. സമയവ്യത്യാസത്തിനനുസരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലാഹു അക്ബർ എന്നുള്ളത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പ്രപഞ്ചത്തിന്റെ ഒരു താളം പോലെ ആ ശബ്ദം, ആ വാക്ക് ഉച്ചരിക്കപ്പെടാതെ പോകുന്നേയില്ല. അതിന്റെ മഹത്വം എത്രമാത്രമാണ് ഇന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആലോചിച്ചു, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി ഒരു ദിവസം 94 തവണ അല്ലാഹു അക്ബർ എന്ന് നാം പറയുന്നുണ്ട്. നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ, ഇഖാമത്ത് കൊടുക്കുന്ന സന്ദർഭത്തിൽ, നമസ്കാരത്തിന്റെ വിവിധ സന്ധ്യകളിലൂടെ നാം കടന്നു പോകുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിനെ നാം വാഴ്ത്തിക്കൊണ്ടേയിരിക്കണം അല്ലാഹു അക്ബർ എന്ന പദത്തിലൂടെ. ഇതുകൂടാതെ നാം ബലിയർക്കുന്ന സന്ദർഭത്തിൽ, അഖീഖത്ത് അറുക്കുന്ന സന്ദർഭത്തിൽ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വലിയ വിജയം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, ഇങ്ങനെ വിവിധങ്ങളായ മറ്റു പല തലങ്ങളിലും അല്ലാഹു അക്ബർ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രാധാന്യം നമുക്കതിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കും. മനുഷ്യരായ നാം എത്ര നിസ്സാരന്മാരാണ്. നമ്മൾ ആലോചിച്ചു, നമ്മൾ ഈ പട്ടിത്തറ പഞ്ചായത്തിലെ ഈ പ്രദേശത്താണ് ഇപ്പൊ നിലകൊള്ളുന്നത്. പാലക്കാട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളൊന്നു മാത്രമാണ് പട്ടിത്തറ പഞ്ചായത്ത്. നമ്മളൊരു സംസ്ഥാനത്തെ എടുത്ത് പഠിക്കുമ്പോൾ കേരളത്തിലെ 14 ജില്ലകളിൽ ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം. ഇനി ആ കേരളം ഉൾക്കുന്ന രാജ്യം, ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ഈ ഭൂഖണ്ഡത്തിലെ 7 ഭൂഖണ്ഡങ്ങളിൽ ഒന്നായ ഏഷ്യയിലെ ഒട്ടനേകം രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇനി ഈ ഭൂമിയുടെ മൊത്തം വിശാലത എടുത്ത് പരിശോധിക്കുമ്പോൾ അതും എത്ര ചെറുപ്പമാണ്, എത്ര വളരെ നിസ്സാരമാണ് എന്ന് നമുക്കത് ബോധ്യപ്പെടും. ഇനി നമ്മൾ ആലോചിച്ചു, ഈ ഭൂമുഖത്തെ കുറിച്ച് മുഴുവൻ നാം ചിന്തിക്കുന്ന സന്ദർഭത്തിൽ എത്രമാത്രം നിസ്സാരമാണ് ഈ ഭൂമി തന്നെ. ഈ സൂര്യനെ വലയം വെച്ചുകൊണ്ടിരിക്കുന്ന 8 ഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണ് ഭൂമി. ആ ഭൂമിയുടെ വലിപ്പത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചു. നാം വസിക്കുന്ന ഈ വിശാലമായ ഭൂമിയുടെ 100% മാത്രമാണ് സൂര്യൻ. നാം ജീവിക്കുന്ന ഈ ഭൂമി സമാനമായ, ഈ ഭൂമിക്ക് സമാനമായ 100 ഗ്രഹങ്ങൾ അടുക്കി വെക്കുവാൻ പര്യാപ്തമാണ് സൂര്യൻ. അത്രയും വിശാലമാണ്. എന്നാൽ ആ സൂര്യൻ തന്നെ, അതിനെക്കുറിച്ച് നാം പഠനം നടത്തുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചു നോക്കും.
സൂര്യൻ എന്നതിൽ മിൽക്കി വേ എന്നറിയപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളിലെ ഒരു നക്ഷത്രം മാത്രം. സൂര്യന്റെ എത്രയോ മടങ്ങ് വലുപ്പം വരുന്ന ഭീമാകാരമായ ഒട്ടേറെ നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇനി ആ സൂര്യൻ ഉൾപ്പെടുന്ന മിൽക്കി വേ എന്ന നക്ഷത്രക്കൂട്ടത്തിൽ മാത്രം 400 മില്യൺ നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. നമ്മൾ ആലോചിച്ചു, അപ്പൊ എത്രമാത്രം വിശാലതമാണത്. അങ്ങനെ 400 മില്യൺ നക്ഷത്രങ്ങളുള്ള 2 ട്രില്യൺ 2 ലക്ഷം കോടി ഗാലക്സികൾ, നക്ഷത്രക്കൂട്ടങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്ര വിശാലത നമ്മുടെ വിഭാവനത്തിന് അപ്പുറം. അത് ഒരു കൃത്യമായ കണക്കല്ല, അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്രം കണക്കാക്കുന്നത്. 1929 എഡ്വിൻ പി ഹബിൾ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ ഭൂലോകം ഇങ്ങനെ അനുദിനം വികസിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞത്. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നാം ആണ് നമ്മുടെ കരങ്ങളാൽ സൃഷ്ടിച്ചിട്ടുള്ളത്. നാം അത് വികസിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ ഭൂമുഖം, ഈ പ്രപഞ്ചം അനുദിനം വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വിശാലമാണ് എന്നത് നമ്മുടെ വിഭാവന അപ്പുറമാണ്. നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ചു, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഈ അണ്ഡകടാഹത്തെ മുഴുവൻ ഉള്ളക്കൈയിൽ ഒതുക്കുന്ന ഒരു ശക്തി, അതാണ് യഥാർത്ഥത്തിൽ അതിലൂടെ നാം പ്രകടിപ്പിക്കുന്നത്, നാം പറയുന്നത്. നമുക്ക് വളരെ നിസ്സാരമായി തോന്നുന്ന ഒരു പദമാണ്. പക്ഷെ അതിന്റെ മഹത്വം എത്രമാത്രമാണ് എന്ന് നാം തിരിച്ചറിഞ്ഞ് ഏതെങ്കിലും സന്ദർഭത്തിൽ നാം പറഞ്ഞിട്ടുണ്ടോ? നാം ആലോചിക്കേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, അല്ലാഹു അക്ബർ എന്നുള്ളത് കേവലമായ നമ്മുടെ അതരങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ആശയം പറയാതെ നാം ഉച്ചരിക്കുന്ന ഒരു വാക്കായില്ല. അതിന്റെ ആശയതരങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് പ്രതിവചിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. നമുക്കത് സാധിക്കാറുണ്ടോ നാം ആലോചിക്കേണ്ടത്. നമ്മുടെ ഓരോ ദിവസത്തെ പല ജീവിത രീതികളിലൊക്കെ അതിന്റെ പ്രതിഫലനം ഉണ്ടാവേണ്ടത്. അല്ലാഹു അക്ബർ എന്നതിന്റെ ഒരു ആശയമാണ് നാം സൂചിപ്പിച്ചത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന വിശാലമായ ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവാണ് മറ്റത്തിനേക്കാളും വലുത് എന്ന പ്രഖ്യാപനം മറ്റൊരു അതിനുള്ള ഒരു ആശയം നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും മഹത്വവും ആ രക്ഷിതാവിനാണ് എന്നുള്ള പ്രഖ്യാപനം കൂടി നാം അതിലൂടെ നടത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ ഒരു ആയത്തിൽ ഇപ്രകാരം കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു പറയുന്നു, ഖുൽ, പ്രവാചകരെ പറയുക, ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹ വമസാകിൻ തർദൗനഹ. പ്രവാചകരെ താങ്കൾ പറയുക, നിങ്ങളുടെ മാതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ കുടുംബങ്ങൾ, അതുപോലെ തന്നെ മാന്യം സംഭവിക്കും എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ സമ്പത്ത്, അതുപോലെ തന്നെ നഷ്ടം സംഭവിക്കും എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, നിങ്ങൾ ഏറെ പ്രിയപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങൾ, ഇതൊക്കെയാണ് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദി ഫീ സബീലില്ലാഹ്. അല്ലാഹുവിനേക്കാൾ, അവന്റെ പ്രവാചകനേക്കാൾ, അവന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ നിങ്ങൾക്ക് പ്രിയങ്കരമെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അല്ലാഹു അവന്റെ കൽപ്പനയുമായി വരുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. അപ്പൊ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, നമുക്ക് ഏറ്റവും വലുത് അല്ലാഹുവാണ്. ഇനി നമ്മളൊന്ന് പരിശോധിച്ചു, ഒരു ആത്മപരിശോധന നടത്തി നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ നാം പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നു. സാമ്പത്തികമായ ഇടപാടുകൾ, ആളുകളുമായി പലതരത്തിലുള്ള ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്നു. അത് വിവിധ തലങ്ങളിലാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നാം ജീവിക്കുന്ന മറ്റു ചുറ്റുപാടുകൾ, ജോലി സ്ഥലത്ത്, അവിടെയൊക്കെ തന്നെ ഇടപാടുകൾ, ബന്ധങ്ങൾ വെച്ച് നടക്കുമ്പോൾ ഒരു വ്യക്തിയുമായുള്ള നമ്മുടെ ബന്ധം സൃഷ്ടാവുമായുള്ള ബന്ധത്തെക്കാൾ പലപ്പോഴും മികച്ചതായി പോകാറുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടത്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുമായി ഇടപഴകുന്ന സന്ദർഭത്തിൽ അയാളുടെ ഒരു താല്പര്യം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് എങ്കിൽ ഈ വ്യക്തിയെ പ്ലീസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അയാളെ തൃപ്തിപ്പെടുത്തുന്നതിനാണോ നാം മുൻഗണന നൽകുന്നത് നാം ആലോചിക്കേണ്ടത്. അങ്ങനെ അയാൾക്ക് വേണ്ടി നാം മുൻഗണന നൽകുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറയുവാൻ നാം അർഹരാണോ എന്ന് നാം ആലോചിച്ചു. ഇനി നാം നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾ, ആ ഇടപാടുകൾ അള്ളാഹുവിന്റെ തൃപ്തിക്കും
അവന്റെ കൽപ്പനക്കും വിരുദ്ധമാണ് എങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നാം നമ്മുടെ മക്കളുടെ വിവാഹം നടത്തുന്ന സന്ദർഭത്തിൽ അവിടെ അനിസ്ലാമികമായ വിശുദ്ധ ഖുർആൻ നിരോധിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനിഷ്ടം പ്രകടിപ്പിച്ച ചില ആചാര രീതികൾ അവിടെ നടക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് അല്ലാഹു അക്ബർ എന്ന് പറയുവാൻ അർഹതയുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടത്. എല്ലാ നിലക്കും അല്ലാഹു അക്ബർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ടത്. അത്തരത്തിലുള്ള ഒരു സംവിധാനം അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആലോചിച്ചു, ഒരു കുഞ്ഞ് ജനിക്കുന്ന സന്ദർഭത്തിൽ ആദ്യമായി ആ കുട്ടി കേൾക്കണമെന്ന് അല്ലാഹു നിർദ്ദേശിച്ച അല്ലാഹു അക്ബർ എന്നാണ്. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുട്ടിയുടെ കാതുകളിൽ നാം ബാങ്ക് വിളിക്കാറുണ്ട്. ആദ്യമായി ആ കുട്ടി കേൾക്കേണ്ട പദമാണ് അത്. അവിടെ കൊണ്ട് അവസാനിച്ചു ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലേക്കും ആ അല്ലാഹു അക്ബർ വ്യാപിക്കേണ്ടത്. അവിടെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടതായി ആ വചനം മാറുകയാണ്. നമ്മൾ ആലോചിച്ചു, നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൽ പലപ്പോഴും പല ഘട്ടങ്ങളിലും നാം പരീക്ഷിക്കപ്പെടാറുണ്ട്. നമ്മുടെ ആദർശബോധത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ചില അവസരങ്ങൾ. അവിടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, നമ്മുടെ മേലാധികാരികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ മറ്റ് ആളുകളുടെ തൃപ്തികൾക്ക് വേണ്ടി നാം അള്ളാഹുവിനെ ചെറുതാക്കുക എന്ന അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ട ഒരു കാര്യത്തിന് പരിഗണന നൽകാതെ ഈ വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് നാം പരിഗണന നൽകുന്നുവെങ്കിൽ അല്ലാഹു അക്ബർ വേണ്ട രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നില്ല എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മൾ ആലോചിച്ചു, വിശുദ്ധ ഖുർആൻ ഒരിടത്ത് പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: ഒരു വിശ്വാസിക്കോ വിശ്വാസിനിക്കോ അല്ലാഹു അവന്റെ പ്രവാചകൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, അവരുടെ കാര്യത്തിൽ നടപ്പാക്കി കഴിഞ്ഞാൽ, പിന്നീട് അവർക്ക് സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പ് അവകാശമില്ല. നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന രണ്ട് ചോയ്സുകൾ, അത് ഒന്ന് ഇസ്ലാം അനുവദിക്കുകയും മറ്റേത് ഇസ്ലാം അനുവദിക്കാത്തതുമാണ്. പക്ഷേ അനുവദിക്കാത്തതിനോടാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന താല്പര്യം. അവിടെ അനുവദിച്ച് മാറ്റിവെക്കുകയും അല്ലെങ്കിൽ നമുക്ക് ലാഭം എന്ന് നാം ചിന്തിക്കുന്ന ഈ ഭൗതികമായ കാര്യത്തിലേക്ക് നാം പോവുകയാണെങ്കിൽ അവിടെ നമ്മുടെ ചോയ്സ്, ആ തെരഞ്ഞെടുപ്പ് ഇതായിരിക്കുകയാണ്. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടായിക്കൂടാ എന്നുള്ളത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നാം ആലോചിക്കുക, അല്ലാഹു അക്ബർ ആ പദം അറിഞ്ഞ് മനസ്സിലാക്കി അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണോ നാം പറയുന്നത്, അത് നാം നമ്മുടെ ജീവിതത്തിൽ പുലർത്തുന്നുണ്ടോ, എത്രമാത്രം അതിനോട് നമുക്ക് നീതി പുലർത്തുവാൻ സാധിക്കുന്നുണ്ട് എന്ന് വളരെ കൃത്യമായി നാം മനസ്സിലാക്കുക. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളുണ്ടെങ്കിൽ അതില്ലാതെ എല്ലാ തരത്തിലും സർവാത്മന അല്ലാഹു അക്ബറിനെ ഉൾക്കൊള്ളുവാൻ, അത് ജീവിതത്തിൽ പുലർത്തുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാണ്. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമവിധികൾ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്ന് എല്ലാവരും കഴിഞ്ഞ 2-3 ആഴ്ചകളായി അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നാം സൂചിപ്പിച്ചത്. പ്രാർത്ഥന അല്ലാഹുവിന് മാത്രമായിരിക്കണം എന്നതിനെ വളരെ സവിസ്തരം പ്രതിപാദിക്കുന്ന, വളരെ ഉപമയിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ആയത്തുകൾ കഴിഞ്ഞ ആഴ്ചകളിൽ നാം മനസ്സിലാക്കുകയാണ്. പലപ്പോഴും പല ആളുകളും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള പ്രധാനമായ ഒരു കാരണം അദൃശ്യജ്ഞാനം, ഗൈബിയായ അറിവ് അല്ലാഹു അല്ലാത്ത ആളുകൾക്കുണ്ട് എന്നുള്ള വിശ്വാസം. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നാം അവലംബിക്കുന്ന, അല്ലെങ്കിൽ ആളുകളാൽ അവലംബിക്കപ്പെടുന്ന ചില കേന്ദ്രങ്ങൾ, അവിടെ തന്നെ അവിടുത്തെ ആളുകൾ പലപ്പോഴും അവകാശപ്പെടുന്നത് അവർക്ക് അദൃശ്യജ്ഞാനം, നേർക്കുനേരെ കാണാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുണ്ട് എന്ന്. അത് പാമരന്മാരായ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള പലതരത്തിലുള്ള ട്രിക്കുകളും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠനം നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അദൃശ്യജ്ഞാനം ഒരാൾക്കും തന്നെ ഇല്ല എന്ന് വളരെ ബോധ്യപ്പെടുന്നു. പല നിലക്ക് ആളുകൾ ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്നുണ്ട് എങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അത് ആശയം അറിഞ്ഞ് മനസ്സിലാക്കുന്നതോടുകൂടി അത്തരത്തിലുള്ള മൂഢമായ വിശ്വാസങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ അയാൾക്ക് സാധിക്കുന്നതാണ്. ഖുർആനിൽ ഒരിടത്ത് പറയുന്നത് ഇപ്രകാരം:
അവന്റെ അടുത്താണ്, അള്ളാഹുവിന്റെ അടുക്കലാണ് അദൃശ്യജ്ഞാനങ്ങളുടെ താക്കോൽ. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അവനല്ലാതെ മറ്റൊരാളും തന്നെ അത് അറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹ്ർ, എന്നിട്ട് അള്ളാഹു അറിയുന്ന ഈ ഭൗതിക പ്രപഞ്ചത്തിലെ പല കാര്യങ്ങളെ കുറിച്ച് തുടർന്നുകൊണ്ട് വിശദീകരിക്കുന്നു. ഇവിടെ വളരെ കൃത്യമായി പറയുന്നത് അള്ളാഹുവിന് മാത്രമാണ് അദൃശ്യജ്ഞാനമുള്ളത്, അവനല്ലാതെ മറ്റൊരാളും തന്നെ അത് അറിയുകയില്ല. ഇനി നമ്മൾ ആലോചിച്ചു, ഈ ലോകത്ത് അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് വിശേഷിപ്പിക്കുന്ന മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സമൂഹത്തോടായി പ്രഖ്യാപിക്കുവാൻ ആവശ്യപ്പെടുന്നത് ഇപ്രകാരമാണ്: ഖുൽ, പ്രവാചകനെ താങ്കൾ പറയുക, ലാ അംലികു ലനഫ്സി നഫ്അൻ വലാ ദർറ ഇല്ലാ മാ ശാ അല്ലാഹ്, എനിക്ക് സ്വമേധയാ ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരമോ ഉപദ്രവമോ ഉണ്ടാക്കുവാൻ എനിക്ക് സാധ്യമല്ല, അള്ളാഹു ഉദ്ദേശിച്ചാൽ. അഷ്റഫുൽ ഖൽഖ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ മഹാനായ വ്യക്തിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്ക് എന്റെ കാര്യത്തിൽ ഒരു നല്ലതോ അല്ലെങ്കിൽ ഒരു തീയതോ ആയ കാര്യം ഉണ്ടാക്കുവാൻ സാധ്യമല്ല, അതിനെ ഉടമപ്പെടുത്തുന്നവനല്ല ഞാൻ, ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലില്ല. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈർ വമാ മസ്സനി അസ്സൂ, ഞാനെങ്ങാനും അദൃശ്യജ്ഞാനം അറിയുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ എനിക്ക് ഒരുപാട് നന്മകൾ അധികരിപ്പിക്കാമായിരുന്നു. വമാ മസ്സനി അസ്സൂ, എനിക്ക് ഒരു തരത്തിലുള്ള വിപത്തും ബാധിക്കുമായിരുന്നില്ല. നമ്മൾ ആലോചിച്ചു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒട്ടേറെ വിപത്തുകൾ ബാധിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയെ കുറിച്ച് അപവാദ പ്രചാരണം ഉണ്ടായിട്ടുണ്ട്. ആ അപവാദ പ്രചാരണത്തിൽ ഒരു ഘട്ടത്തിൽ പ്രവാചകൻ അത് ശരിയാണോ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. പിന്നീട് ഒരു മാസത്തിന് ശേഷം അള്ളാഹു വഹിയിലൂടെ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ഒരു പ്രവാചകനും ഇത്തരത്തിലുള്ള അദൃശ്യജ്ഞാനം അറിയുകയില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ഖുർആൻ ആവശ്യപ്പെട്ടു. നമ്മൾ ആലോചിച്ചു, മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപുത്രനായ യൂസുഫ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. വർഷങ്ങളോളം യൂസുഫിനെ കുറിച്ച് ഒരു അറിവും ആ പ്രവാചകനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആവലാദികൾ, അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഖുർആൻ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു പ്രവാചകനും അദൃശ്യജ്ഞാനം അറിയുകയില്ല എന്ന് ഖുർആൻ വളരെ സവിസ്തരം നമുക്ക് മുമ്പിൽ പറയുകയാണ്. ആ ഖുർആനായിരിക്കണം നമ്മുടെ അവലംബം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിൽ ഒരു നിവേദക സംഘം വരികയുണ്ടായി. ആ നിവേദക സംഘം വന്നപ്പോൾ പ്രവാചകന്റെ മുമ്പിൽ വെച്ച് അവർ പറയുകയുണ്ടായി, അവരുടെ ചില ആളുകൾ അവരുടെ ഇടതു കൈയിൽ ഒരു കാര്യം വെക്കുകയും ഒളിപ്പിച്ചു വെക്കുകയും എന്നിട്ട് പ്രവാചകനോട് ഞങ്ങളുടെ ഈ കൈകളിൽ എന്താണ് എന്ന് പറയൂ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞത്, ജൂത ക്രൈസ്തവരായ ആളുകൾ അവരുടെ പുരോഹിതന്മാരെ വലിയ മഹാന്മാരാക്കുന്നതിന് വേണ്ടി കാണിച്ച ചില പ്രവൃത്തികൾ നിങ്ങൾ ഒരിക്കലും കാണിക്കരുത്. ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ്, എനിക്കൊരിക്കലും അദൃശ്യജ്ഞാനം അറിയുകയില്ല എന്ന് പ്രവാചകൻ അവിടെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യം വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, എനിക്ക് അദൃശ്യജ്ഞാനം അറിയുകയില്ല. അങ്ങനെ അദൃശ്യജ്ഞാനം അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു വിപത്തും ബാധിക്കുമായിരുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. എത്രമാത്രം മഹത്തായ ആശയമാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. പക്ഷേ പലപ്പോഴും നാം അറിഞ്ഞോ അറിയാതെ ഇങ്ങനെയുള്ള ചില കേന്ദ്രങ്ങളെ അവലംബിക്കുന്ന സമൂഹങ്ങൾ അത് നമ്മുടെ മുമ്പിൽ കാണുകയാണ്. അത്തരം ആളുകൾ അത് ഗൗരവമായ ഒരു തെറ്റായി ഒരിക്കലും പരിഗണിക്കാറില്ല എന്നുള്ളത് അത് നിസ്സാരമായ ഒരു കാര്യമായി കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമൂഹത്തെ സോഷ്യൽ മീഡിയകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, ഇങ്ങനെയുള്ള ഒരുപാട് കേന്ദ്രങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്നതായി കാണാൻ. അങ്ങനെയുള്ള അദൃശ്യജ്ഞാനം അറിയുമെന്ന് പ്രഖ്യാപിക്കുന്ന കേന്ദ്രങ്ങൾ ഒരുപാട് അത്ഭുത സിദ്ധികൾ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അത്ഭുത സിദ്ധികളൊക്കെ തന്നെ തങ്ങൾക്ക് ഒരു ഉലൂഹിയത്ത്, ദിവ്യത്വമുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടുകയും അത്തരം കേന്ദ്രങ്ങളെ അവലംബിക്കുകയും പലതരത്തിലുള്ള തങ്ങളുടേതായ ആഗ്രഹ സഫലീകരണങ്ങൾ അതിലൂടെ നടപ്പാക്കുകയും അല്ലെങ്കിൽ നടക്കുകയും ചെയ്യുന്നതിന് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചു വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ബോധ്യമായ വിശ്വാസങ്ങൾ അയാൾ പൂർണ്ണമായും മുക്തനായി എന്നുള്ളത്. ഇതിന് പ്രധാനമായ കാരണം പലപ്പോഴും വിശുദ്ധ ഖുർആന്റെ ആശയം അർത്ഥം അറിഞ്ഞുകൊണ്ട് പഠിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മുടെ സമൂഹം അതിനുവേണ്ടി
മുതിരുന്നില്ല. അത്തരത്തിലുള്ള അർത്ഥം ആശയം അറിയൽ ഒരു നിർബന്ധമായ കാര്യമായി ഒരിക്കലും നമുക്ക് തോന്നുന്നില്ല. എന്നാൽ ഖുർആൻ അത് നമുക്ക് മഹത്തായ ഒരു വേദഗ്രന്ഥമുണ്ട് എന്ന് നാം അവകാശപ്പെടുമ്പോൾ ആ വേദഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം, അതിന്റെ കണ്ടന്റ് എന്താണ് എന്ന് നമുക്ക് അറിയുന്നില്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ അത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞത് കഴുതകളെ പോലെയാണ്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ. ഖുർആനിന്റെ ആശയങ്ങൾ ആ ഗ്രന്ഥ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക സമൂഹത്തെ കുറിച്ചാണ് പറയുന്നത്. അവരെ അള്ളാഹു ഉപമിച്ചത് ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾക്ക് സമാനമാണ് എന്ന് പറഞ്ഞാൽ കഴുതയുടെ പുറത്ത് വലിയ ഒരു ബാണ്ടക്കെട്ട്, ഒരു ഗ്രന്ഥങ്ങളുടെ ബാണ്ടക്കെട്ട് കയറ്റി വെക്കുന്നു. ആ ഗ്രന്ഥങ്ങൾ എത്രമാത്രം മൂല്യമുള്ളതാണ്, അത് എത്രമാത്രം മഹത്തരമാണ് എന്ന് ആ കഴുത ഒരിക്കലും അറിയുകയില്ല. അത് ചുമന്നങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതുപോലെയാണ് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാന ആശയം. അത് മനസ്സിലാക്കാത്ത ഒരു വ്യക്തി എന്ന് ഖുർആൻ തന്നെ പറയുകയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ ഉദ്ഘോഷിക്കുന്ന ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധജടിലമായ വിശ്വാസങ്ങളിൽ നിന്ന് നാം മോചിപ്പിക്കപ്പെടും. ഒരിക്കലും ഒരു മനുഷ്യനും അറിയില്ല. നമ്മൾ ഇവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരോ മരണപ്പെട്ട ആളുകളോ എൻ്റെ വിളികൾ കേൾക്കുമെന്നും എൻ്റെ ആഗ്രഹങ്ങൾ തിരിച്ചറിയുമെന്നും ഞാൻ ഈ സ്ഥലത്തുള്ളത് അദ്ദേഹം അറിയുമെന്നും ചിന്തിക്കുന്നു എങ്കിൽ അതിനേക്കാൾ വലിയ വിഡ്ഢിത്തം എന്താണ് എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. അങ്ങനെ അത് വിഡ്ഢിത്തമാണ് എന്നൊരു വ്യക്തി എന്ന നിലക്ക് നാം പറയുന്നതല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന വളരെ വലിയ ആശയമാണ്. അത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് ഖുർആൻ അതിൻ്റെ റിയൽ സോഴ്സുകളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ അതനുസരിച്ച് ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നേരത്തെ നാം സൂചിപ്പിച്ച നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൽ അല്ലാഹു അക്ബർ അതിൻ്റെ മഹത്തരം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിനെ ഏറ്റവും മഹാനായി വാഴ്ത്തപ്പെട്ടവനായി കാണുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിന് ക്യാൻസർ പിടിച്ച് വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലാണുള്ളത്. അദ്ദേഹം നമ്മോട് പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം ആവശ്യപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ആ പ്രയാസകരമായ രോഗത്തിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ശമനം നൽകി ശിഫ നൽകി അദ്ദേഹത്തെ നമ്മോടൊപ്പം ചേർക്കുകയും തുടർന്നും ജീവിതത്തിൽ പഴയകാല രീതിയിൽ ജീവിക്കുവാൻ അദ്ദേഹത്തിന് അല്ലാഹു സാധിപ്പിച്ചു. വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകി അതിലേക്ക് മാറട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വ്യക്തിത്വങ്ങൾക്ക് ജീവിതത്തിൽ വിവിധങ്ങളായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് അല്ലാഹു അവരെ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا آتنا في الدنيا حسنة وفي الآخرة